ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് റെഡ്മി 9i എന്ന ഫോൺ അൺബോക്സിംഗ് ആണ്. നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം. ഇത് പാക്ക് ചെയ്തിരുന്ന ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ റെഡ്മി ഫോണിലും കാണുന്ന പോലെ തന്നെയാണ്. വലിയ ചേഞ്ചസോ അല്ലെങ്കിൽ ഡിസൈനോ ഒന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിലിപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഫോണിനെ മാറ്റി നിർത്താം. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ലഭ്യമായിരിക്കുന്നത് സിം ഇജക്ടർ ടൂള്, അതുപോലെ ചാർജിങ് അഡാപ്റ്റർ, സ്പീഡ് ചാർജർ അല്ല, അതുപോലെ മൈക്രോ USB ആണ് ഇതിൻ്റെ കേബിൾ വരുന്നത്, ടൈപ്പ് സി അല്ല. അതുപോലെ യൂസർ മാനുവലാണ് ഇതിനൊപ്പം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ഫോണ് 2 വേരിയൻറ്റിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഒന്ന് 4GB 64GB, അതുപോലെ 4GB 128GB എന്നിങ്ങനെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് 4GB 64GB വേരിയൻ്റാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് അവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് നന്നായി കിട്ടും. 2 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നോർമൽ യൂസറാണെങ്കിൽ. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4Xൻ്റെ റാമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്ന പ്രോസസ്സറാണ്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 13 MP റിയർ ക്യാമറയും അതുപോലെ 5 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 12 ആണ്. അതുപോലെ ആൻഡ്രോയിഡ് ബേസ്ഡ് 10ലാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുപോലെ നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഡുവൽ വോൾട്ടിയും അതുപോലെ വൈഫൈ ഫീച്ചറും കൂടി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ട്രിപ്പിൾ സ്ലോട്ട് കാർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ പോരായ്മകളിൽ ഒന്ന് ബ്രൈറ്റ്നസ് കുറവാണ് മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച്. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഫീച്ചറും കൂടി ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു എനിക്ക് തോന്നുന്നു. ബാക്കി ക്യാമറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 10000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഇത്രേ പ്രതീക്ഷിക്കാൻ പറ്റും. എന്നാലും തരക്കേടില്ല. സാധാരണ ഒരു യൂസറാണെങ്കിൽ ഇത് ഓക്കെയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.